അപ്പൊ ഇന്ന് വീക്ക്ലി സജഷൻ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് 2014 പുറത്തിറങ്ങിയിട്ടുള്ള ഡേവിഡ് ഫിഞ്ചർ ഡയറക്ട് ചെയ്തിട്ടുള്ള ഗോൺ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള മൂവിയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് സ്റ്റോറി ലൈൻ ഇങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് ഗോൺ ഗേൾ എന്ന് പറഞ്ഞ മൂവി. അപ്പൊ ഇതിന്റെ കാസ്റ്റിലേക്ക് വരുമ്പോൾ ബെൻ അഫ്ലക്ക്, റോസമണ്ട് പൈക്ക്, പിന്നെ കാരി കൂണ്, നീൽ പാട്രിക് ഹാരിസ് എന്നിവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മൂവിയാണ് ഗോൺ ഗേൾ പറഞ്ഞ മൂവി. അപ്പൊ ഇതിന്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഒരു നഗരത്തില് നിക്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ബെൻ അഫ്ലക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടറും ആമിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള റോസമണ്ട് പൈക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടർ, ഇവർ രണ്ടുപേരും ഒരു മാരീഡ് കപ്പിളാണ്. ഇവരുടെ ഒരു ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലുള്ള ജീവിതം, അവരുടെ സന്തോഷമായിട്ടുള്ള ലൈഫൊക്കെ ആണ് ഇതിൽ ആദ്യം കാണിക്കുന്നത്. പിന്നീട് ഇവരുടെ 5ാമത്തെ ആനിവേഴ്സറിന്റെ മോർണിംഗിൽ ഈ ആമിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ കാണാതാവുന്നതും, ഈ നിക്ഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മീഡിയ ഫോക്കസ് ഒക്കെ ഇയാളുടെ മേളിൽ തിരിയണൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. ഈ മിസ്സിംഗ് കേസ് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങും. ഇവരൊരു ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണ് ആദ്യം കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആൾക്കാരെ ഉള്ളിലും ഉണ്ടാവുക. എന്നാല് ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോ ഇവരുടെ ഇടയിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുമ്പോ പിന്നെ ഓരോ സാഹചര്യ തെളിവ് കാരണം ഇയാൾക്കൊരു നെഗറ്റീവ് ഇമേജ് വരാണ്. ഈ വൈഫിന്റെ മിസ്സിംഗ് കേസ് ഇയാള് കാരണമാണെന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഇയാൾക്ക് വരികയാണ്. അപ്പൊ അന്വേഷണം തുടരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ ഉയർന്നുകൊണ്ടേ നിൽക്കുകയാണ്. നിക്ഡനെതിരെ നെഗറ്റീവ് ഇമേജ് ഉയർന്നുകൊണ്ടേ നിൽക്കുക. അപ്പൊ ഈ നിക്ഡണ് ഈ ഇതിന്റെ രഹസ്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങിത്തിരിക്കുകയാണ്. വൈഫ് എങ്ങനെ കാണാതായതെന്നും കാണാതാവാനുള്ള സാഹചര്യങ്ങളും പിന്നെ അതിനിടയിലുള്ള കുറെ മിസ്റ്ററീസും ഓരോ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ് ഇതിന്റെ സ്റ്റോറി ആയിട്ട് കാണിക്കുന്നത്. സോ ഇതിന്റെ സ്റ്റോറി ആയിട്ട് പറയുമ്പോൾ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ള മൂവിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറെ മിസ്റ്ററീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള മൂവിയാണ്. അപ്പോ സ്റ്റോറി അധികമായിട്ട് പറഞ്ഞു തരാൻ പറ്റൂല. ഈ മൂവി ഒന്ന് കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്. അത്രക്കും അടിപൊളിയായിട്ടുള്ള മൂവിയാണ്. കുറെ ത്രില്ലടിപ്പിക്കണൊക്കെ ഒരു മൂവിയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള മൂവിയാണ് ഈ ഗോൺ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഇതില് ബെൻ അഫ്ലക്കിന്റെയും പിന്നെ ഈ റോസമണ്ട് പൈക്കിന്റെ ഒക്കെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഈ മൂവി കാണാത്തവരുണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു വെക്കുക. കണ്ടവര് നിങ്ങളെ അഭിപ്രായം കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾ കണ്ടിട്ടും ഇതിന്റെ അഭിപ്രായം കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അടുത്ത സജഷനായിട്ട് അടുത്ത വീക്കിൽ കാണാം. ബൈ.